ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ. ഇതാ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലടയാണ്. അതിന് 2 വലിയ ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടിരുന്നു. നമ്മുടെ നല്ല പച്ചരിയാണ്. പിന്നെ ഒരു തേങ്ങയുടെ പാലും. നമുക്കിന്ന് നോമ്പാണ്. അപ്പം ബറാത്ത് നോമ്പായിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ പാലടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ വേണം ഈ അരി നമ്മൾ അരയ്ക്കാൻ. അപ്പം നമുക്ക് അരച്ചിട്ട് വരാം. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലും 3 മുട്ടയും കൂടി ചേർത്ത് വേണം അരി അരയ്ക്കാൻ. തേങ്ങാപ്പാലിൽ നമ്മൾ അരി അരച്ചു. തേങ്ങാപ്പാലിൽ ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് നമ്മൾ 3 മുട്ടയും കൂടി ചേർത്തിട്ടാണ് അരച്ചത്. അപ്പോൾ അതാ ഇത്രയും കട്ടിയേ ആകാൻ പാടുള്ളൂ. നമ്മുടെ പാലടയ്ക്ക് കട്ടി കൂടാൻ പാടില്ല. അപ്പോൾ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അടിയിൽ മാവ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത്, അതായത് നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പിഴിയണ തേങ്ങാപ്പാൽ വെള്ളം കുറയുന്നതനുസരിച്ച് അത് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ മാവ് കണ്ടല്ലോ. ഇങ്ങനെ എല്ലാവരും പാലടയൊക്കെ ചുട്ട് നോക്കണം. നല്ല ഒരു കടിയാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പമാണ്. പെട്ടെന്ന് അരി അരച്ച് തേങ്ങാപ്പാലിൽ അരി അരച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിരുന്ന സമയം മാത്രമേ നമുക്ക് അധികം ആവത്തുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരപ്പാണ്. നമ്മുടെ പാലട ഇവിടെ ചുടുകയാണ്. പൊടി വെച്ച് ഫ്രൈ പാനിൽ ഇതാ ചുറ്റി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടിയാണ്. ഇതാ ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. വളരെ നൈസാണ്, കണ്ടല്ലേ. തീരെ കട്ടിയില്ല. നമ്മുടെ പാലട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ പാലട ഇവിടെ റെഡിയായി. ഇവിടെ ഞാൻ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആവശ്യമുള്ളവർക്ക് നെയ്യ് പുരട്ടാം, അല്ലാത്തവർക്ക് നെയ്യ് പുരട്ടേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും.